الحمد لله رب العالمين وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹദ് ഫضൽ കൊണ്ട് റമളാനിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും കാരുണ്യങ്ങളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദറിൻ്റെ ഭാഗ്യം അല്ലാഹു തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖദറിൻ്റെ രാത്രിയിൽ ഒരാൾ നിന്ന് ഇബാദത്തെടുത്താൽ 1000 മാസത്തേക്കാൾ ഏറെ അവനത് ശ്രേഷ്ഠകരമാണ്. ഒറ്റ രാത്രി കൊണ്ട് 83 വർഷക്കാലം അള്ളാഹുവിൻ്റെ ഇബാദത്തിലായി കഴിഞ്ഞുകൂടിയ പ്രതിഫലം നേടാൻ കഴിയും. ഇതാണ് ഖദറിൻ്റെ രാത്രിയുടെ പ്രത്യേകത. ഖദറിൻ്റെ രാത്രിയിൽ അള്ളാഹു ഏതെങ്കിലും ഒരു അടിമയ്ക്ക് പുറത്തു കൊടുക്കാൻ തീരുമാനിച്ചാൽ അതാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രിയപ്പെട്ടവർ, അള്ളാഹു പുറത്തു തരണം, അള്ളാഹു നമ്മുടെ പെരടിയെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണം, സ്വർഗത്തിൽ പോകുന്നവരുടെ കൂട്ടത്തിൽ നമ്മളുടെ പേരും എഴുതി ചേർക്കണം. അള്ളാഹു അതിനൊക്കെ നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അതിനുവേണ്ടിയാണ് നമ്മളിവിടെ എത്തിക്കാഫ് ഇരിക്കുന്നത്, നിന്ന് നമസ്കരിക്കുന്നത്, ദുആക്കൾ ചെയ്യുന്നത്, ഇബാദത്തുകൾ ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആനിൽ വളരെ ശ്രദ്ധേയമായ ചില സൂറത്തുകളാണ് ഇന്ന് നമ്മൾ നമസ്കാരത്തിൽ ഓതിക്കേട്ടത്. സൂറത്തുൽ ദുഖാൻ, സൂറത്തുൽ ജാസിയ, സൂറത്ത് അഹ്ഖാഫ്, സൂറത്ത് മുഹമ്മദ്, സൂറത്തുൽ ഫത്ഹ്. എത്ര സൂറത്തുകൾ നമ്മൾ ഓതി. ഈ സൂറത്തുകളിലൂടെ ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് അറിയണം, മനസ്സിലാകണം, പഠിക്കണം. അതിനനുസരിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണം. അവിടെയാണ് നമുക്ക് വിജയം വരിക്കാൻ സാധിക്കുക. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമ്മളുടെ ഇഹപര വിജയത്തിനാവശ്യമായ സതുപദേശങ്ങളെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഓരോ സൂറത്തുകൾക്കും ഓരോ ആയത്തുകൾക്കും അതിൻ്റേതായ അർത്ഥതലങ്ങളുണ്ട്. അതുപോലെ അടിമകളുടെ മനസ്സിനെ, അടിമകളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ഉതകുന്ന നിലയിലുള്ള സന്ദേശങ്ങളുണ്ട്. അത് നമ്മൾ അറിയണം, നമ്മൾ പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ അവിടുന്ന് ഇപ്രകാരം അരുൾ ചെയ്തു: തറക്തു ഫീക്കും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമ. ഞാൻ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ വിട്ടിട്ട് പോവുകയാണ്. ഞാൻ നിങ്ങളിൽ 2 കാര്യങ്ങളെ വിട്ടിട്ട് പോവുകയാണ്. ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമ. അത് രണ്ടിനെയും നിങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം ഒരിക്കലും പിഴച്ചു പോകില്ല, തെറ്റിപ്പോകില്ല, പാഴായി പോവുകയില്ല. അത് രണ്ടിനെയും നിങ്ങൾ മുറുകെ പിടിക്കണം. അത് കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് അള്ളാഹുവിൻ്റെ കിതാബാണ്, മറ്റൊന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമാണ്, ചര്യയാണ്. ഇത് രണ്ടിനെയും കൃത്യമായ നിലയിൽ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും വഴിതെറ്റിപ്പോവുകയില്ല, പിഴച്ചു പോവുകയില്ല. അള്ളാഹുവിൻ്റെ കിതാബ് എപ്പോഴാണ് നമുക്ക് മുറുകെ പിടിക്കാൻ കഴിയുന്നത്? ആ കിതാബ് എന്താണ് എന്ന് നമുക്ക് അറിയുമ്പോഴാണ്, ബോധ്യപ്പെടുമ്പോഴാണ്, മനസ്സിലാകുമ്പോഴാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെയാണ് നമുക്ക് മുറുകെ പിടിക്കാൻ കഴിയുന്നത്? തങ്ങളുടെ സുന്നത്തുകളെ അറിയുകയും തങ്ങളുടെ സുന്നത്തുകളോട് നമ്മുടെ മനസ്സിൽ ആത്മാർത്ഥമായ മുഹബ്ബത്തും സ്നേഹവും ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് സുന്നത്തുകളെ മുറുകെ പിടിക്കാൻ കഴിയുന്നത്. കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി, അള്ളാഹുവിൻ്റെ കിതാബ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ. അള്ളാഹു, അവൻ്റെ റസൂൽ, ഈ 2 കാര്യങ്ങളെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ ഇപ്രകാരം തങ്ങൾ പറഞ്ഞു: ഞാൻ നിങ്ങളെ വിട്ടിട്ട് പോകാൻ പോവുകയാണ്, ഞാൻ നിങ്ങളെ വിട്ടിട്ട് പോകാൻ പോവുകയാണ്. 23 വർഷക്കാലം നമ്മുടെ പിന്നാലെ നടന്ന് രാവും പകലും വ്യത്യാസമില്ലാതെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് വ്യക്തമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്ന് നമ്മളെ കൂട്ടിക്കൊണ്ട് നടന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
അവിടുത്തെ അവസാന നാളുകളിൽ നമ്മളെ സംബോധന ചെയ്തുകൊണ്ട് പറയാണ്, ഞാൻ നിങ്ങളിൽ നിന്നും യാത്രയാവുകയാണ്, നിങ്ങളിൽ നിന്നും യാത്രയാവുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും എൻ്റെ മാർഗത്തിൽ നിന്ന് പഴച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് 2 കാര്യങ്ങളെ വിട്ടിട്ട് പോകുന്നു. എനിക്ക് ശേഷം നിങ്ങൾ അതിനെ മുറുകെ പിടിക്കണം. അദ്ദു അലൈഹ ബിൻ നവാജിദ്, അദ്ദു അലൈഹ ബിൻ നവാജിദ്. നിങ്ങളുടെ അണപ്പല്ലുകളെ കൊണ്ട് നിങ്ങൾ അതിൽ മുറുകെ പിടിക്കണം, അണപ്പല്ലുകളെ കൊണ്ട് അതിൽ കടിച്ചു പിടിക്കണം. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിൻ്റെ കലാമ് നന്നായി അറിഞ്ഞ് മനസ്സിലാക്കി അതിനെ മുറുകെ പിടിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളും ചര്യയും ജീവിതവും സുന്നത്തും അറിഞ്ഞ് മനസ്സിലാക്കി അതിനെ മുറുകെ പിടിക്കണം. ഇത് രണ്ടല്ലാത്ത വേറെ മാർഗമൊന്നും നമുക്ക് രക്ഷപ്പെടാനില്ല. ഈ രണ്ടിൽ നിന്നും നമ്മൾ വ്യതിചലിച്ചപ്പോഴാണ്, അകന്നു പോയപ്പോഴാണ്, അറിയാതെ പോയപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ ഉണ്ടായത്, പാളിച്ചകൾ ഉണ്ടായത്, പോരായ്മകൾ ഉണ്ടായത്. നമ്മൾ ഇന്ന് അസറിന് ശേഷം പറഞ്ഞു, ഇത്തിക്കാഫിരിക്കുന്ന ആളുകൾ പ്രധാനമായും ചെയ്യേണ്ട 5 കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തത് പരിശുദ്ധ ഖുർആൻ നന്നായി പാരായണം ചെയ്യുക, ഖുർആൻ നന്നായി പഠിക്കുക, ഖുർആൻ നന്നായി പഠിക്കുക. പറഞ്ഞില്ലേ ഇത്രയും സൂറത്തുകൾ ഓതി. ഈ സൂറത്തുകളിൽ സൂറത്ത് മുഹമ്മദ്, സൂറത്തുൽ ഫത്ഹ് ഒക്കെ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹാത്മ്യത്തെക്കുറിച്ചിട്ടും പോരിഷയെക്കുറിച്ചിട്ടുമാണ് പറഞ്ഞത്. പോരിഷ മഹാത്മ്യം എന്നൊക്കെ പറഞ്ഞാൽ തങ്ങളുടെ മുഅ്ജിസത്തല്ല, നമ്മളങ്ങനെ മനസ്സിലാക്കാം. നമ്മൾക്ക് എന്തെങ്കിലും പോരിഷ എന്ന് പറഞ്ഞാൽ കറാമത്ത്, മുഅ്ജിസത്ത് അങ്ങനെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഉദാത്തമായ മാതൃക, ആ മാതൃകയിലൂടെ നമുക്ക് പ്രാപിക്കാൻ കഴിയുന്ന വിജയം, സഹാബത്ത് ആ മാതൃക സ്വീകരിച്ചപ്പോൾ, ഉൾക്കൊണ്ടപ്പോൾ അവർക്ക് കിട്ടിയ വിജയം, ഇതൊക്കെയാണ് പരിശുദ്ധ ഖുർആനിൽ ഇന്ന് നമ്മൾ കേട്ട സൂറത്തുകളിൽ പറയും. നമ്മൾ അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നന്നായി പഠിക്കണം, നന്നായി പഠിക്കും. സമയം വൈകിപ്പോയി, സമയം ലേറ്റായിപ്പോയി, ഇനി എപ്പോഴാണ് നമ്മൾ ഖുർആൻ പഠിക്കുക? ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനുണ്ട്, ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വലിയ പ്രാസംഗികനല്ല, പ്രഭാഷകനല്ല, മൗലവി അല്ല, ഉസ്താദല്ല, അങ്ങനത്തെ വലിയ ഇൽമും അറിവും എന്നുള്ള ആളൊന്നുമല്ല. അദ്ദേഹം മരണപ്പെട്ടു, ഖബറടക്കി. അദ്ദേഹത്തിൻ്റെ ഖബറിൻ്റെ ഭാഗത്തു നിന്നും നല്ല സുഗന്ധം അടിച്ചു വീശും. എല്ലാവർക്കും അത് അറിയുന്നു, ആസ്വദിക്കാൻ കഴിയുന്നു. അത്ഭുതപ്പെട്ടു ആളുകൾ. സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു ഉസ്താദോ തങ്ങളോ സയ്യിദോ ഒക്കെ മരിച്ച് അങ്ങനെ ഖബറടക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ഖബറിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും അത്ഭുതം ഉണ്ടായാലും ആളുകൾ അതിനെ ഇങ്ങനെ പറഞ്ഞ് പെരുപ്പിച്ച് വലുതാക്കി കാണിക്കും. പക്ഷെ ഇതങ്ങനെ പറയപ്പെടാവുന്ന ഒരാളൊന്നുമല്ല. ഒരു സാധാരണക്കാരനായ മനുഷ്യൻ മരണപ്പെട്ടു, പക്ഷെ അദ്ദേഹത്തിൻ്റെ ഖബറിടത്തിൽ നിന്നും സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശുന്നു. ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഭാര്യയെ ഒറ്റയ്ക്ക് കണ്ടു. എന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവ് കാഴ്ചയ്ക്ക് അങ്ങനെ വലിയ ആളൊന്നും ആയിരുന്നില്ല, പക്ഷെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, എന്താണ് അതിൻ്റെ രഹസ്യം, എന്താണ് അതിൻ്റെ കാരണം? ഭാര്യ പറഞ്ഞു, എനിക്കും പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അമലുകളൊന്നും അറിയില്ല. ഞങ്ങൾ ജീവിച്ചപ്പോൾ ഒരു സാധാരണക്കാരനായി ജീവിച്ചു, ഒരു നാട്ടുകാരനായി സാധാരണക്കാരനായി ജീവിച്ചു. അവരാലോചിച്ചിട്ട് ഒടുവിൽ പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും പണി കഴിഞ്ഞ് വന്നാൽ കുളിച്ച് നല്ല തുണിയും കുപ്പായം ഇട്ട് അത്തറ് പൂശി ഒരു മൂലയിൽ പോയി പരിശുദ്ധ ഖുർആൻ എടുക്കും. അദ്ദേഹം ഒരു ഖുർആൻ സൂക്ഷിച്ചിട്ടുണ്ട്, ആ ഖുർആൻ എടുക്കും. ആ ഖുർആൻ ഇങ്ങനെ നിവർത്തിയിട്ട് ഭവ്യതയോടുകൂടി, ഭക്തിയോടുകൂടി, ആദരവോടുകൂടി അതിൻ്റെ ഓരോ വരികളിലും ഇങ്ങനെ വിരൽ വെക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് രണ്ടും അല്ലാത്ത വേറെ ഒന്നും ആ പാവത്തിന് അധികമായി ഓതാൻ അറിയില്ല. വിരൽ വെക്കും, എന്നിട്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് വിരൽ വെച്ച് ഓതിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹം പറയും, പടച്ചവനെ ഇത് നിന്റെ വചനമാണ്, പടച്ചവനെ ഇത് നിന്റെ വചനമാണ്, പടച്ചവനെ നീ പറഞ്ഞതെല്ലാം സത്യമാണ്. അദ്ദേഹം പറയുന്ന വാക്കുകൾ, പടച്ചവനെ നീ പറഞ്ഞതെല്ലാം സത്യമാണ്, നീ പറഞ്ഞത് തന്നെയാണ് ശരി, നീ പറഞ്ഞത് തന്നെയാണ് ശരി. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, കരഞ്ഞുകൊണ്ടേയിരിക്കും, പറഞ്ഞുകൊണ്ടേയിരിക്കും, കരഞ്ഞുകൊണ്ടേയിരിക്കും. ജീവിതത്തിൻ്റെ അവസാന നാളിൽ പഠിക്കാൻ ആഗ്രഹിച്ചു, പക്ഷേ പഠിക്കാൻ കഴിയുന്നില്ല. സമയം കഴിഞ്ഞു പോയി. പക്ഷേ ആ ഖുർആനിനോടുള്ള മുഹബ്ബത്തും ആദരവും പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നാൽ കഴിയുന്നത് ചെയ്തു. തൻ്റെ പ്രിയപ്പെട്ട മക്കളെയും മക്കളുടെ മക്കളെയും ഹാഫിളുകളാക്കി, ആലിമുകളാക്കി. അങ്ങനെ ആകണമെന്ന് ആഗ്രഹിച്ചു. ഉപ്പാപ്പാക്ക് കിട്ടാത്തൊരു ഭാഗ്യം നിങ്ങൾക്ക് കിട്ടണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ഒരു കർമ്മമാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തിൽ നിന്നും പ്രത്യേകതയായി കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ,
പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണ്, അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവറുകൾ പറഞ്ഞ ഒരു ഹദീസ് നമ്മൾ നേരത്തെ ഇവിടെ വായിച്ചു. ഈ ഗ്രന്ഥം മുഖേന അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആളുകളെ തരം താഴ്ത്തിയിട്ടുണ്ട്, വഴികെടുത്തിയിട്ടുണ്ട്. ഈ ഗ്രന്ഥം മുഖേന ഒരുപാട് ആളുകളെ അള്ളാഹു തരം താഴ്ത്തിയിട്ടുണ്ട്, വഴികെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ഗ്രന്ഥം മുഖേന അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആളുകളെ ഉയർന്ന പദവിയിലെത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. മുസ്ലിമീങ്ങളായ നമ്മൾ പരിശുദ്ധ ഖുർആനിനെ നല്ല നിലയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്താൽ ഇതല്ലാതെ വേറെ ഒരു മാർഗവും നമുക്ക് രക്ഷപ്പെടാനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ഉണ്ട്, അള്ളാഹുവിലേക്ക് ഒരടിമയ്ക്ക് ചെന്നെത്താൻ അവനിൽ നിന്നും വന്ന ഒന്നിലൂടെ അല്ലാതെ സാധിക്കുകയില്ല. അഥവാ ഖുർആൻ ഹദീസാണ്. അള്ളാഹുവിലേക്ക് ഒരടിമയ്ക്ക് ചെന്നെത്താൻ അവനിൽ നിന്നും വന്നതിലൂടെ അല്ലാതെ സാധിക്കുകയില്ല. അതായത് ഖുർആൻ നമുക്ക് അള്ളാഹുവിലേക്ക് ചെന്നെത്താൻ എന്താ മാർഗം? അള്ളാഹുവിനെ പ്രാപിക്കാൻ എന്താ മാർഗം? അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ എന്താ മാർഗം? അവൻകൽ നിന്നും നമുക്ക് അവതരിപ്പിച്ചു തന്ന പരിശുദ്ധ ഖുർആൻ അത് പഠിക്കണം, അത് മനസ്സിലാക്കണം, അതനുസരിച്ച് അമൽ ചെയ്യണം. നമ്മൾ ഹാഫിളുകളാകാൻ ആഗ്രഹിക്കണം, ആലിമുകളാകാൻ ആഗ്രഹിക്കണം. ഹാഫിളാവുക, ആലിമാവുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ അത്ഭുതം ഒന്നാണെന്ന് വിചാരിക്കരുത്. എപ്പോഴും നമ്മൾ പറയാറുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഈ ഖുർആൻ അവതരിച്ചത് തങ്ങളുടെ എത്രാമത്തെ വയസ്സിലാ? 40-ാമത്തെ വയസ്സിലാണ്, അല്ലേ? 40-ാമത്തെ വയസ്സ്. 40-ാമത്തെ വയസ്സെന്ന് പറയുമ്പം ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ഭാര്യയാണ്, മക്കളുണ്ട്, അല്ലേ? ഭാര്യയുണ്ട്, മക്കളുണ്ട്, കച്ചവടത്തിൻ്റെ തിരക്കുണ്ട്, തൻ്റെ തൊഴിൽ ജോലിയുടെ ഒക്കെ തിരക്കുണ്ട്, എന്തെല്ലാം തിരക്കുണ്ട്. ആ സമയത്ത് 40-ാമത്തെ വയസ്സിലാണ് ഖുർആൻ അവതരിക്കുന്നത്. ഖുർആൻ ആദ്യമായി കേട്ട് പഠിച്ച് വിശ്വസിച്ച ആൾ അബൂബക്കർ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. ആരാ? അബൂബക്കർ സിദ്ദീഖ്. നാട്ടിലെ വലിയ വ്യാപാരിയാണ്, അറിയപ്പെട്ട കച്ചവടക്കാരനാണ്. ചെറിയ കച്ചവടമൊന്നോ, വലിയ കച്ചവടക്കാരനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവർക്ക് ഒന്നെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ 2 വയസ്സ് കൂടുതലായിരുന്നു, അല്ലെങ്കിൽ 2 വയസ്സ് കുറവായിരുന്നു. ഒന്നെങ്കിൽ 2 വയസ്സ് കൂടുതലാണ്, അല്ലെങ്കിൽ 2 വയസ്സ് കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഒന്നെങ്കിൽ 42 വയസ്സുണ്ട്, അല്ലെങ്കിൽ 38 വയസ്സുണ്ട്. 38-ാമത്തെ വയസ്സിലാണ് ഈ സമുദായത്തിലെ ആദ്യത്തെ പഠിതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർ ഖുർആൻ പഠിക്കാൻ തുടങ്ങിയത്. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അവസ്ഥ അങ്ങനെ തന്നെ. ആകെ ആ കൂട്ടത്തിൽ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അവർ മാത്രമേ ഉള്ളൂ കുട്ടിയായ അവസ്ഥയിൽ ഖുർആൻ കേട്ടുള്ളൂ, പഠിച്ചുള്ളൂ. ഖുർആൻ കേട്ടതും പഠിച്ചതും പഠിക്കാൻ വേണ്ടി മെനക്കെടാൻ അവസരം കിട്ടിയതും അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അവർക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഇരിക്കുന്ന നമുക്ക് ആർക്കും പ്രായമായി പോയി, വയസ്സായി പോയി, അറിഞ്ഞു വന്നപ്പോൾ ലേറ്റായിപ്പോയി, അതുകൊണ്ട് പഠിക്കാൻ പറ്റിയില്ല എന്നൊന്നും കാരണം പറയാൻ പറ്റൂല. നാളെ മഹ്ശറയിൽ ചെല്ലുമ്പോൾ എന്ത് കാരണം നമ്മൾ പറയാ? എനിക്ക് കച്ചവടം ഉണ്ടായിരുന്നു എന്നാ പറയാ. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് ചോദിക്കൂല, എനിക്കില്ലായിരുന്നു കച്ചവടം, ഞാനും കച്ചവടക്കാരനായിരുന്നില്ല. എന്ത് കാരണം നമ്മൾ പറയാ? തിരക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും തിരക്കുണ്ടായിട്ടില്ലേ? പ്രിയപ്പെട്ടവരെ, ഖുർആൻ പഠിക്കുന്ന വിഷയത്തിൽ, ഖുർആനുമായുള്ള ബന്ധത്തെ നന്നായി ഊട്ടി ഉറപ്പിക്കുന്ന വിഷയത്തിൽ നമുക്ക് വന്നുപോയ അബദ്ധം നമ്മൾ തിരുത്തണം, പശ്ചാത്തപിക്കണം. അതിൽ നിന്ന് നമ്മളുടെ കുഞ്ഞുങ്ങളിലൂടെയെങ്കിലും ഇതിനെ വീണ്ടെടുക്കാൻ ശ്രമിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഹാഫിളുകളാക്കണം, ആലിമുകളാക്കണം. ഹാഫിളാക്കുക, ആലിമാക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നാളെ പരലോകത്ത് കിട്ടാൻ പോകുന്ന വലിയൊരു ബഹുമതിയാണ്. നാളെ പരലോകമാണ് യഥാർത്ഥ ജീവിതം. ഈ ഭൗതികമായ ജീവിതം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഒരു താൽക്കാലികമായ കളിതമാശയാണ്. അതങ്ങനെ കഴിഞ്ഞങ്ങ് പോവും. ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് കഴിഞ്ഞങ്ങ് പോവും. പക്ഷേ പരലോകത്ത് മഹ്ശറയിൽ തുടങ്ങാൻ പോകുന്ന ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ, ആ ജീവിതത്തിൽ നമുക്ക് ആദരവ് ലഭിച്ചാൽ, അവിടെ നമുക്ക് സ്വർഗം ലഭിച്ചാൽ അത് കാലാകാലത്തെ സുഖമാണ്. ബാക്കി ഭൗതികമായ നിലയിൽ നമുക്കിവിടെ കിട്ടാൻ പോകുന്ന ഏത് സുഖവും ആഡംബരവും എല്ലാം വറഹ്മത്തു റബ്ബിക ഖൈറും മിമ്മാ യജ്മഊൻ. ഇന്നലെ നമ്മൾ ഓതിക്കട്ട വചനത്തിൽ അള്ളാഹു പറഞ്ഞു, ഇവിടെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന എല്ലാ വിഭവങ്ങളെക്കാളും വസ്തുക്കളെക്കാളും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് നിങ്ങളുടെ റബ്ബിൻ്റെ റഹ്മത്താണ്. നിങ്ങളുടെ റബ്ബിൻ്റെ റഹ്മത്ത് എവിടുന്നാ കിട്ടുക? അവൻ്റെ കലാമ് പഠിക്കുന്നതിലൂടെയും അതനുസരിച്ച് അമൽ ചെയ്യുന്നതിലൂടെയാണ് കിട്ടുക. അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിങ്കൽ സ്ഥാനം വേണമെങ്കിൽ, സ്വീകാര്യത വേണമെങ്കിൽ, ഖബൂലിയത്ത് വേണമെങ്കിൽ, നമ്മളിവിടെ ജീവിച്ചതിന് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകണമെങ്കിൽ അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കണം. ഇവിടെ നമ്മൾ ജീവിച്ചതിന് എന്തെങ്കിലും ഒരു മെച്ചം ഉണ്ടാകണം. ഇവിടെ നമ്മൾ ജീവിച്ചു, ഇവിടുന്ന് യാത്രയായി, അതിൻ്റെ പേരിൽ നമുക്ക് എന്ത് പ്രയോജനം ഉണ്ടായി? നമ്മളിവിടെ ജീവിച്ചിരുന്നതിന് എന്താ അടയാളം? നമ്മൾ സമ്പാദിച്ചു വെച്ച സ്വത്തുക്കളാണോ? നമ്മൾ ഉണ്ടാക്കിയ വീടുകളാണോ? കെട്ടിടങ്ങളാണോ? ബിൽഡിങ്ങുകളാണോ?
എന്താ പ്രിയപ്പെട്ടവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെല്ലാം ഭൂമിയിൽ മനുഷ്യൻ അവനല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് വിട്ടിട്ട് പോകും. അവന് വേണ്ടി അവൻ എന്ത് കൊണ്ടുപോകുന്നു? ഇത്തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. നീ നിനക്ക് വേണ്ടി എന്ത് കൊണ്ടുപോകുന്നു? നിനക്ക് വേണ്ടി എന്തുണ്ട്? ഒന്നെങ്കിൽ നീ പഠിച്ച് പ്രാവർത്തികമാക്കി മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന ഇൽമ് അത് ബാക്കിയുണ്ടാവും. നീ മരിച്ചാലും നീ പറഞ്ഞത് കേട്ട് അമൽ ചെയ്ത ആളുകളുടെ അമലിന്റെ പ്രതിഫലം നിനക്ക് ഖബറിലേക്ക് വരും. അല്ലെങ്കിൽ അങ്ങനെയുള്ള പഠിക്കുന്ന ആളുകൾക്കോ മദ്രസയ്ക്കോ പള്ളിക്കോ മറ്റോ ഒക്കെ നീ നടത്തിയ ജാരിയായ സദഖയുണ്ടല്ലോ, ആ സദഖ ഇവിടെ നിലനിൽക്കും. അത് നിന്റെ ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ നീ നല്ല നിലയിൽ പോറ്റി വളർത്തി സാലിഹായ നിലയ്ക്ക് നിനക്ക് ദ്വാരക്കുന്ന അവസ്ഥയിൽ വിട്ടിട്ട് പോയ മക്കളുണ്ടെങ്കിൽ ആ മക്കൾ നിനക്ക് പ്രയോജനപ്പെടും. ഇത് മൂന്നും അല്ലാത്ത വേറെ ഒന്നും നിനക്ക് പ്രയോജനപ്പെടില്ല. വേറെ എല്ലാം നീ ഉണ്ടാക്കിയത് ആർക്കാനും വേണ്ടി ഉപേക്ഷിച്ചിട്ട് നീ പോകേണ്ടി വരും. നിന്റെ മക്കൾ ഹാഫിളായാൽ, ആലിമായാൽ, മരിച്ചുപോയ വാപ്പാക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നവരായാൽ, മരിച്ചുപോയ വാപ്പയെ ഓർക്കുന്നവരായാൽ, ഉമ്മയെ ഓർക്കുന്നവരായാൽ, അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യുന്നവരായാൽ അതിൻ്റെ പ്രതിഫലം ബാക്കി നിൽക്കും. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ സ്വത്തുക്കൾ നമുക്ക് ശേഷം നമ്മുടെ മക്കൾ എവിടെങ്കിലുമൊക്കെ എടുത്ത് ഉപയോഗിക്കും. ചിലപ്പോൾ അത് അനാവശ്യങ്ങളിലായിരിക്കും, ആഭാസങ്ങളിലായിരിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ഈ പരിശുദ്ധ റമദാൻ ഖുർആൻ അവതരിച്ച മാസമാണ്, ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത എന്താണ്? ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ഖുർആൻ ആ രാത്രിയിൽ അവതരിച്ചു എന്നതാണ്. ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത എന്താ? ഖദറിന്റെ രാത്രിയെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലേ? ആശയോടുകൂടി അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുന്നില്ലേ? എന്താ അതിന്റെ പ്രത്യേകത? അതിന്റെ പ്രത്യേകത മറ്റൊന്നുമല്ല, പരിശുദ്ധ ഖുർആൻ അവതരിച്ചു എന്നുള്ളതാണ്. ഖുർആനിന്റെ പേരിലാണ് ഈ രാത്രിക്ക് മഹാത്മ്യം കിട്ടിയത്. ഖുർആൻ അവതരിച്ച മാസമായതുകൊണ്ടാണ് ഈ മാസത്തിന് മഹാത്മ്യം കിട്ടിയത്. അതുകൊണ്ട് ഖുർആൻ പഠിച്ചവരാണ് നമ്മുടെ മക്കളെങ്കിൽ നമ്മുടെ മക്കൾക്ക് മഹത്വം ഉണ്ടാകും. ഖുർആൻ പഠിച്ചവരാണ് നമ്മളെങ്കിൽ നമുക്ക് മഹത്വം ഉണ്ടാകും. ഖുർആനുമായി ബന്ധമില്ലാത്തവരാണെങ്കിൽ നമ്മുടെ മക്കൾ ഇനി എന്ത് വലിയ ആളാന്ന് പറഞ്ഞിട്ടും അതുകൊണ്ട് ഒന്നും ഒരു ഉപകാരം ഉണ്ടാവുകയില്ല. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹ്യങ്ങളാക്കി തെരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ നമ്മൾ ഈ നിലയിൽ തിരുത്തി ചിന്തിക്കാൻ ശ്രമിച്ചാൽ ദുനിയാവിൻ്റെ കാര്യത്തിലും നമുക്ക് അള്ളാഹു തആല ബറക്കത്ത് തരും, റാഹത്ത് തരും, റഹ്മത്ത് തരും. ഞാൻ പരിശുദ്ധ ഖുർആനിൽ ഇന്ന് ഓതിക്കേട്ട ആയത്തുകൾ ഓരോന്നും ഓതി അർത്ഥം വെച്ചിട്ട് പൂർത്തിയാക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. ഖുർആൻ ആവർത്തിച്ചത് പറയും, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ നിങ്ങൾ സഹായിക്കാൻ തയ്യാറായാൽ അല്ലാഹു നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ കാലുകളെ അല്ലാഹു ഉറപ്പിച്ചു നിർത്തും. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ പതറിപ്പോകൂല. ചിലപ്പം നമ്മുടെ കുട്ടികൾ ഹാഫിളായി, ആലിമായി, ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബാക്കി അവരുടെ സമപ്രായക്കാരായ കുട്ടികൾ കുറച്ച് പഠിച്ചു, ഒരു വലിയ ഡിഗ്രി സ്വന്തമാക്കി, അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്കൊരു വലിയ ജോലി കിട്ടി, കുറച്ച് വരുമാനം കിട്ടി. ഇവിടെ നമ്മുടെ പിള്ളേർ ഇങ്ങനെ പള്ളിയിലും പരിവട്ടത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുക. വൈൻ സക്കനു ഖുസൂറൻ ആലിയാത്തിൻ സക്കന്ന ബിൽ മസാജിദി വസ്സവായ. അവരിങ്ങനെ വലിയ കാറിൽ കയറി ഔദ്യോഗിക വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നു, വലിയ വലിയ മണിമാളികകളിൽ ഔദ്യോഗിക വസതികളിൽ താമസിക്കുന്നു. ഞങ്ങൾ പള്ളിയുടെ ഉള്ളിൽ കഴിയുന്നു, ഞങ്ങൾ പള്ളി മൂലയിൽ കഴിഞ്ഞുകൂടുന്നു. സാരമില്ല, ഞങ്ങൾക്കതിൽ പരാതിയൊന്നുമില്ല. അള്ളാഹു ഞങ്ങൾക്ക് തരാൻ പോകുന്ന ബഹുമതി പരലോകത്ത്. ഒരു മഹാനവറുകൾ പള്ളിയിലിരുന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടോ? ശ്രദ്ധിച്ചിടത്തോളം മതിയല്ലേ? നേരത്തെ ശ്രദ്ധിക്കാൻ പറഞ്ഞതോടുകൂടിയാണ് മൊത്തം നമ്മുടെ റക്കാത്തിൻ്റെ എണ്ണം എല്ലാം തെറ്റിപ്പോയത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, പടച്ചവനെ, ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞത് ഇടങ്ങേറായിപ്പോയോ, ഞാൻ ഒരു ഫിക്ർ വരട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. ഏതായാലും നമ്മൾ ഉറക്കൊഴിയാൻ വേണ്ടി വന്നതാണ് അല്ലേ? ഇന്ന് രാത്രി മുഴുവൻ ഞാനിരുന്ന് പ്രസംഗിച്ചാലും അത് കേൾക്കാനിരിക്കുന്ന നിങ്ങൾക്ക് കൂലി കിട്ടും. ലൈലത്തുൽ ഖദർ ഹയാത്താവും അല്ലേ? അതുകൊണ്ട് കുറച്ച് നീണ്ടുപോയാലും പേടിക്കൊന്നും വേണ്ട. ശ്രദ്ധിച്ചിരുന്ന അള്ളാഹു മനസ്സിലാക്കാനും അമൽ ചെയ്യാനും നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഒരു മഹാന് പള്ളിയിലിരുന്ന് ദർസെടുക്കുകയാണ്, മുത്തഅല്ലിമീങ്ങളെ പഠിപ്പിക്കുകയാണ്. എന്താ പഠിപ്പിക്കുന്നത്? ഖുർആൻ പഠിപ്പിക്കുന്നു, ഹദീസ് പഠിപ്പിക്കുന്നു. ആ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു സാധാരണക്കാരൻ അതിൻ്റെ മൂലയിൽ വന്നിരുന്നു. പ്രസംഗമൊക്കെ കേട്ട് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ അയാളുടെ ചെരുപ്പ് കാണുന്നില്ല. ഇയാൾക്ക് ഭയങ്കര ദേഷ്യമായി. അത് മനുഷ്യൻ്റെ പ്രകൃതമാണ്. അതുവരെ കേട്ടതൊക്കെ നല്ല വാള, നല്ല നിസ്കാരം, നല്ല ഓത്ത്, നല്ല ദുആ, നല്ല കുനൂത്ത്, നല്ല പ്രസംഗം. പുറത്തിറങ്ങി ചെരുപ്പ് കാണുമ്പോൾ ഹലാക്കിൻ്റെ ഒരു നിസ്കാരം, ഒരു പള്ളി, ഒരു ദേഷ്യം പിടിച്ചു. അതോടെ അവൻ്റെ മനസ്സിൻ്റെ എല്ലാം പോയി. എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, അയാൾ ഇങ്ങനെ ഒരിക്കൽ ചെരുപ്പ് കാണാണ്ടായപ്പോഴത്തേക്ക് ഓടി എന്നോട് വന്നിട്ട്, ഉസ്താദ് എല്ലാം ഡിസോൾഡറായി,
ഞങ്ങൾ അയാളെ ഡിസോർഡർ എന്നാണ് ഇപ്പോഴും വിളിക്കുന്നത്. അയാൾ ഉപ്പാപ്പേ ഇപ്പോഴും എല്ലാം ഡിസോർഡറായി, എല്ലാം പോയി. ചെരുപ്പ് കാണാതായപ്പോഴത്തേക്ക് ഇയാളുടെ എല്ലാ കൺട്രോളും വിട്ട് അയാൾ തിരിച്ച് പള്ളിയിലേക്ക് കയറിയിട്ട് പറഞ്ഞു, ഇങ്ങനെ മിമ്പർമേൽ ഇരുന്നിട്ട് മൈക്കിനകത്ത് ചറപ്പറാന്നങ്ങ് പ്രസംഗിച്ചാൽ മതി. മനുഷ്യന് വിശ്വസ്തത വേണ്ടേ, മനുഷ്യന് അമാനത്ത് വേണ്ടേ? നിങ്ങളുടെ ഈ പ്രസംഗം കൊണ്ട് എന്താ നന്മയുണ്ടായത്? നിങ്ങൾ കുറേ മൂല്യന്മാരെ വാർത്തെടുത്തില്ലേ? തൊപ്പിയും താടിയിട്ട ആളുണ്ടാക്കിയില്ലേ? പ്രസംഗം കേൾക്കുന്ന ആളുകൾ ഉണ്ടാക്കിയില്ലേ? എന്തുകൊണ്ടുണ്ടായി? നാട്ടിൽ എന്തുകൊണ്ടുണ്ടായി? നിങ്ങളിങ്ങനെ ഇരുന്ന് പ്രസംഗിച്ചാൽ മതി. നമ്മൾ സാധാരണ പറയാറുള്ളത് പോലില്ലേ, മതിയാക്കപ്പ ഈ പണിയെല്ലാം മതിയാക്കിയിട്ട് പറമ്പിൽ പോയി പണിയെടുക്ക് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പിടിച്ചു. നാട്ടുകാരുടെ ദേഷ്യത്തിൻ്റെയും കോപത്തിൻ്റെയും മുമ്പിൽ അതേ നാണയത്തിൽ തിരിച്ചടിച്ചാൽ പിന്നെ നമ്മൾ ആലിമാവോ, നമ്മൾ ഉസ്താദാവോ, നമ്മൾ റസൂലുള്ളാഹിന്റെ അനുയായി ആവോ? അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താ സഹോദര നിന്റെ പ്രശ്നം? എന്താ പ്രശ്നം? അല്ല ഒന്നുമല്ല, നിങ്ങളിങ്ങനെ കുറേ ആളുകളെ തൊപ്പിയും കുപ്പായൊക്കെ ഇടിപ്പിച്ചിട്ട് ഖുറാനും ഹദീസും ഒക്കെ പഠിപ്പിച്ചിട്ട് ഇവിടെ എന്താക്കാൻ പോകുന്നത്? സമൂഹത്തിലൊരു മാറ്റം ഉണ്ടാകണ്ടേ? സമൂഹത്തിലൊരു വിലയും നിലയും ഉണ്ടാകണ്ടേ? അവർക്കെന്തെങ്കിലും ഒരു സംസ്കാരം ഉണ്ടാകണ്ടേ? ഇങ്ങനെയൊക്കെയല്ലേ സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വല്ലാതെ കളിയാക്കി. നമ്മൾ സാധാരണ പറയാറുള്ളത് എന്താ? ഇവർ കുറച്ച് ഭൗതികം പഠിക്കണ്ടേ, ഇവർക്ക് കുറച്ച് ഭൗതിക ബന്ധം ഉണ്ടാകണ്ടേ, ഇവർ പുറത്തോട്ടിറങ്ങി നാട്ടുകാരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ അപകർഷതാബോധം ഉണ്ടാകാൻ പാടില്ലല്ലോ, ഇവരങ്ങനെ മൂല്യന്മാരായി പള്ളിയിൽ അന്തേവാസികളായി കഴിഞ്ഞുകൂടിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പലതും പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, സഹോദരാ നിന്റെ പ്രശ്നം എന്താന്ന് പറയും. അത് അയാൾ ദേഷ്യത്തോടെ, എൻ്റെ ഇറങ്ങിയപ്പോൾ എൻ്റെ ചെരുപ്പ് കാണുന്നില്ല, ചെരുപ്പ് എടുത്തുകൊണ്ട് പോയി. ആ മഹാനവറുകൾ ഇങ്ങനെ ഇരുന്നു കൊണ്ട് തൊട്ടടുത്തുള്ള ഒരു പള്ളിയുടെ അടുത്ത് കുറച്ച് കാട് പോലെ ഉണ്ടാവുമല്ലോ, കാട് പോലുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറയും, ഏയ് ആരാ അവിടെ ഉള്ളത്? നീ വാ. ഞാൻ വിളിക്കുമ്പോൾ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. നീ വാ എന്നോ. എല്ലാവരും അങ്ങോട്ട് നോക്കുന്നുണ്ട്. നീ വാ എന്ന് പറയുമ്പോഴേക്ക് സട്ടക്കൊട്ടഞ്ഞ് എഴുന്നേറ്റൊരു സിംഹം ഇങ്ങനെ നടന്നു വന്നു എന്ന് പറഞ്ഞു, എടോ ഇയാളെ ചെരുപ്പ് കാണുന്നില്ല എന്ന് പറയുന്നു. എവിടെയാന്ന് വെച്ചാൽ നോക്കിയെടുത്ത് വേഗം കൊണ്ട് കൊടുക്കുന്നു. ഇയാളെ ചെരുപ്പ് കാണുന്നില്ല, എവിടെയാന്ന് വെച്ചാൽ നോക്കിയെടുത്ത് വേഗം കൊണ്ട് കൊടുക്ക് എന്ന് പറഞ്ഞു. ആ സിംഹം അനുസരണയോടുകൂടി വന്ന് അവിടെ എവിടെയൊക്കെ നോക്കി. ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട് പറയും, ഈ മനുഷ്യനെ ഇങ്ങനെ ഒന്ന് നോക്കി, എൻ്റെ ഉസ്താദിനെ കാണാൻ എന്തെങ്കിലും പറഞ്ഞാണ്ടല്ലോ, ശരിയായിക്കളെ ഞാൻ എന്ന് വർത്താനം പറയാൻ അറിയാത്ത സിംഹം അയാളുടെ മുഖത്ത് നോക്കി. അത് ചുമ്മാ കേട്ടോ, അത് ഞാൻ വെറുതെ എൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞതാ. സിംഹം അനുസരണയുള്ള ഒരു ശിഷ്യനെ പോലെ പരതിയെടുത്ത് ചെരുപ്പ് തൂക്കി കൊണ്ടുവന്ന് ഈ മനുഷ്യൻ്റെ മുമ്പിൽ വെച്ചു. എന്നാ നീ പൊയ്ക്കോ, ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം, പൊയ്ക്കോ. അതങ്ങ് പോയി. ഈ മഹാനവറുകൾ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, സഹോദര, ആകാശഭൂമികളെ മുഴുവൻ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പോറ്റി വളർത്തി പരിപാലിക്കുന്നവനായ സർവചരാചരങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിനെ കുറിച്ചിട്ടാണ് ഞങ്ങൾ പഠിക്കുന്നത്. അള്ളാഹുവിനെ കുറിച്ച്, റബ്ബുൽ ആലമീനെ കുറിച്ച്. ആ അള്ളാഹുവിനെ കുറിച്ചിട്ട് പഠിക്കുകയും പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഞങ്ങൾക്ക് വേണ്ടി സഖറ ലക്കുമുശ് ശംസ വൽ ഖമർ സഖറ ലക്കുമുൽ ലൈല വൻ നഹാർ വസഖറ ലക്കുമുൽ അൻഹാർ. ഈ ഭൂമിയിലെ സൂര്യനെ കീഴ്പ്പെടുത്തി തരും, ചന്ദ്രനെ കീഴ്പ്പെടുത്തി തരും, ഇവിടുത്തെ പകലിനെയും രാവിനെയും കീഴ്പ്പെടുത്തി തരും. ഞങ്ങളൊന്ന് ആംഗ്യം കാണിച്ചാൽ ഞങ്ങളുടെ ഹബീബായ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രന്റെ നേരെ ഒരു വിരലിങ്ങനെ ചൂണ്ടിട്ട് ഇങ്ങനെ വരാൻ പറഞ്ഞു. ആ ചന്ദ്രൻ 2 പിളർപ്പായി അവരുടെ മുമ്പിൽ വന്നിരുന്നില്ലേ? അതിന് ഈ വിരലുകൾക്ക് ഇപ്പോഴും ആ ശക്തിയൊക്കെ ഉണ്ട്. ഏത് ഈ വിരലെന്ന് പറഞ്ഞാൽ ഈ വിരലല്ല. അഥവാ ഖുർആനും ഹദീസും അനുസരിച്ചിട്ട് ആത്മാർത്ഥമായ നിലയിൽ ഈ ഉമ്മത്ത് ഏത് കാലഘട്ടം വരെ അമൽ ചെയ്യുന്നോ പ്രിയപ്പെട്ടവരെ, ആ വിരൽ തുമ്പുകൾക്ക് ആ ശക്തി ഉണ്ടാവും. നീ തന്നെ പണിക്ക് പോ. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നത് പോലെ അള്ളാഹുവിന് ഈ ഭൗതികമായ വിഭവങ്ങളൊന്നും ഒരു വലിയ കാര്യമല്ല. ചത്തോരു കൊതുകിൻ്റെ ചിറകലോളം മൊത്തത്തിൽ നിനക്കൊരു വിലയുമില്ല. എൻ്റെ വാപ്പ പാട്ടുണ്ടാക്കിയിട്ട് ഞങ്ങളെ പാടിപ്പഠിപ്പിച്ചിട്ടുണ്ട്. ചത്തോരു കൊതുകിൻ്റെ ചിറകലോളം മൊത്തത്തിൽ നിനക്കൊരു വിലയുമില്ല. ഭൂമിയിലെ സർവ്വചരാചരങ്ങളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് തൂക്കി നോക്കിയാൽ ചത്ത ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ വില പോലും പടച്ചവന്റെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ടാണ് പടച്ചവനില്ലെന്ന് പറയുന്നവർക്ക് പോലും ഈ ഭൂമിയിൽ എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലേ? അള്ളാഹ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ടാ? അതിനൊരു വിലയുണ്ടായിരുന്നെങ്കിൽ ഒരു ഇറക്ക് വെള്ളം കാഫിറിന് കുടിക്കാൻ കൊടുക്കുമായിരുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഇറക്ക് വെള്ളം ഞാനില്ലെന്ന് പറയുന്നവന് ഞാൻ എങ്ങനെയാണ് വെള്ളം കൊടുക്കൂല. പക്ഷേ അങ്ങനെ ഒരു വിലയുള്ള വസ്തുവായി അള്ളാഹുവിന്റെ മുമ്പിൽ ഇതിനെ കണക്കാക്കുന്നേയില്ല. സുപ്രസിദ്ധനായ മഹാനായ ഒരു രാജകുമാരനുണ്ടായിരുന്നു. നമുക്കൊക്കെ സുപരിചിതനായ, നമുക്കൊക്കെ പേരറിയുന്ന, സ്ഥിരം നമ്മൾ വഅ്ള് പറയുന്ന. രാജകൊട്ടാരത്തിൽ കഴിഞ്ഞുകൂടുമ്പോൾ പലപ്പോഴായി തനിക്കുണ്ടായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തൻ്റെ സുഖാഡംബരങ്ങളോട് വിട പറഞ്ഞു, സുഖജീവിതങ്ങളോട് വിട പറഞ്ഞു. അതിൻ്റെ ചരിത്രം പറയാൻ നേരം ഒരുപാടായി പോകും, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല.
ചുരുക്കത്തിൽ അള്ളാഹുവിനെ പറ്റിയുള്ള ഭയപ്പാട് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായി. ഈ ലോകം താൽക്കാലികമാണെന്നുള്ള തിരിച്ചറിവുണ്ടായി. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ കഴിഞ്ഞാൽ അതാണ് ആണത്വം എന്ന ബോധമുണ്ടായി. അദ്ദേഹം ഒരു രാത്രിയിൽ തൻ്റെ അധികാര വസ്തുക്കളെല്ലാം ഊരി കൊട്ടാരത്തിൽ ഒഴിപ്പിച്ചു വെച്ചിട്ട് ഒളിച്ചോടി, കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി ഓടി, ഒറ്റയ്ക്ക് ജീവിച്ചു. തൻ്റെ കയ്യിലൊരു ചെറിയ സഞ്ചിയും ആ സഞ്ചിയിൽ അത്യാവശ്യം കഴിക്കാനുള്ള ഈത്തപ്പഴത്തിൻ്റെ കീറും മറ്റുമൊക്കെ ആയിട്ട് ഇങ്ങനെ സഞ്ചരിച്ചു, അള്ളാഹുലേക്ക് സഞ്ചരിച്ചു. ആളുകൾക്കെല്ലാം ഭയങ്കര വിഷമായി, പ്രത്യേകിച്ച് കൂട്ടുകുടുംബാദികൾക്ക് ഭയങ്കര വിഷമായി. കാരണം ഇത്രയും നല്ല സ്ഥാനത്തിൽ, നമ്മൾ സാധാരണ പറയാറില്ലേ, ചെക്ക നല്ല പഠിക്കുന്ന ചെക്കനായിരുന്നു, SLCക്ക് A+ കിട്ടി, +2 പോയപ്പോഴും ഫുൾ പ്ലസ് കിട്ടി, ഇനി ഒരു നല്ല പ്ലസ് കിട്ടുമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഇതാ കിടക്കുന്നു. അവനെ കൊണ്ടുപോയി ഓതാനാക്കി, മദ്രസയിലാക്കി, ഹാഫിളാക്കി. എൻ്റെ വാപ്പയോട് ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ പറയുമായിരുന്നു, ബുദ്ധിയുള്ള ഒരു ചെക്കനായിരുന്നു, അവനെ കൊണ്ടുപോയി മഹർഷിയാക്കി. അങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ നാടിന്. അവനെ കൊണ്ടുപോയി മഹർഷിയാക്കി, അവനെ കൊണ്ടുപോയി സന്യാസിയാക്കി, മഹർഷിയാക്കി, സന്യാസിയാക്കി. എന്തൊരു വിഡ്ഢിത്തമാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഈ രാജകുമാരൻ കൊട്ടാരത്തിന്റെ സുഖലോലുപതകളിൽ നിന്നും ഇറങ്ങി തൻ്റെ ജീവിതത്തെ യഥാർത്ഥ പാതയിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട്, പടച്ചവനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സഞ്ചരിച്ചു. അദ്ദേഹം കാടുകളിലും മലകളിലും വഴിയോരങ്ങളിലും ഒക്കെ സഞ്ചരിച്ചു. അവസാനം അദ്ദേഹം ഒരു പ്രാവശ്യം ഒരു കടലിൻ്റെ തീരത്തിരിക്കുക. പണ്ട് രാജാവായിരുന്നു, പരിവാരങ്ങളുണ്ടാവും, തോഴന്മാരുണ്ടാവും. ഇപ്പോൾ ഒറ്റയ്ക്കാണ്. കടലിൻ്റെ തീരത്തിരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ കീറിപ്പോയ കുപ്പായം ഊരി, കടലിൻ്റെ തീരത്ത് കീറിപ്പോയ കുപ്പായം ഊരിയിട്ട് ആ കുപ്പായം ഇങ്ങനെ തുന്നാണ്, സൂചി കൊണ്ട് തുന്നിക്കൊണ്ടിരിക്കുക. ഈ രാജകുമാരൻ്റെ വിഡ്ഢിത്വത്തെ കുറിച്ചിട്ട് നാട്ടിലൊക്കെ പാട്ട. ഇയാൾ ഇങ്ങനെ ഇറങ്ങിപ്പോയല്ലോ, ഇയാൾ എന്തിനാ ഈ വേണ്ടാത്ത വിഡ്ഢിത്തം കാണിച്ചിട്ട് മുയിലാരി വധം സ്വീകരിക്കാൻ വേണ്ടി പോയതെന്നൊക്കെ അറിഞ്ഞ് അന്വേഷിച്ച് നടക്കുന്ന ആളുകൾ കണ്ടെത്തി. കടൽ തീരത്തിരിക്കുന്നു, കീറിപ്പോയ കുപ്പായത്തിൻ്റെ തുമ്പിങ്ങനെ കയ്യിലിരിക്കുന്ന സൂചി കൊണ്ട് കുത്തിത്തയ്ക്കുന്നു. അവർ ഓടി വന്നിട്ട് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതെന്തൊരു ഗതികളാണ് ഈ കാണുന്നത്. സുഖമായി കൊട്ടാരത്തിലിരിക്കേണ്ട നീ ഇവിടെ വന്ന് പള്ളി ദർസിൽ അംഗമായോ, മുസ്ലിയാരായോ, ഖുറാൻ പഠിക്കാൻ പോയോ, എന്തൊരു ഗതികേടാണ് എന്നൊക്കെ. അദ്ദേഹം പുഞ്ചിരിച്ചു, എന്താ നിങ്ങൾ ഈ പറയുന്നത്? അല്ല മോനെ, എന്നാലും നീ ഇങ്ങനെ ചെയ്യരുതായിരുന്നു. ഇത്രയും സുഖകരമായി രാജാവായി കൊട്ടാരത്തിൽ വാണരുളിയിരുന്ന നീ അതൊക്കെ വിട്ടെറിഞ്ഞിട്ട് ഇപ്പൊ ഈ ഗതികേടായില്ലേ? കിടക്കാനൊരിടമില്ല, ഉണ്ണാനും ഉടുക്കാനും ഒരു നിവൃത്തിയില്ല, ഇങ്ങനെ സൂചിയും നൂലും പിടിച്ചുകൊണ്ട് കീറിപ്പോയ കുപ്പായം തയ്ക്കുകയാണല്ലേ എന്നിങ്ങനെ പറഞ്ഞു. അദ്ദേഹം ഇവരുടെയൊക്കെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ സൂചി എടുത്ത് അലയടിച്ച് വരുന്ന തിരമാലകളിലേക്ക്, കടലിലേക്ക് ആ സൂചി ഇങ്ങനെ എറിഞ്ഞു. ഇതൊന്നും ചുമ്മാ വെറുതെ ഉണ്ടാക്കി പറയുന്നതല്ല കേട്ടോ, സംഭവങ്ങളാണ്, യാഥാർത്ഥ്യങ്ങൾ. സൂചി എറിഞ്ഞിട്ട് കടലിലേക്ക് നോക്കി പറഞ്ഞു, ഹലോ സഹോദരങ്ങളെ, ഹലോ എൻ്റെ വകയാണ്, സഹോദരങ്ങളെ, എൻ്റെ സൂചി കടലിൽ വീണുപോയിട്ടുണ്ട്, നിങ്ങൾ ദയവ് ചെയ്ത് ആ സൂചി ഒന്ന് എത്തിച്ചു തരണം എന്ന് പറഞ്ഞു ഒച്ചത്തിൽ. പെട്ടെന്ന് കടലിൽ നിന്നും ആജാന ബാഹുക്കളായ 40 മത്സ്യങ്ങൾ, 40 തിമിംഗലം അവരുടെ ഒക്കെ ചുണ്ടിൽ സൂചിയും പിടിച്ചുകൊണ്ട് ഓടി വന്നു. ഓരോ സൂചികൾ നോക്കുമ്പം സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഒക്കെ സൂചികളാണ്. അതിങ്ങനെ കാണും, ഇതാണോ, ഇത് മതിയോ? അദ്ദേഹം ചിരിച്ചിട്ട് ഇതൊന്നും എൻ്റെതല്ല, എൻ്റെ സൂചി എനിക്ക് വേണ്ടു, അതുകൊണ്ടാണ്. അപ്പോൾ ഒരു സാധാരണ ചെറിയ മത്സ്യം ഇടയിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ആ ചെറിയ സൂചി ഇങ്ങനെ പൊക്കി കൊടുത്തു. അതായത് ശരി, പൊയ്ക്കോളൂ, ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം, പൊയ്ക്കോളൂ. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊരു മാജിക്ക് പോലെ തോന്നുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിനെ അനുസരിച്ചാൽ, അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരിച്ചാൽ, പരിശുദ്ധ ഖുർആൻ പഠിച്ചാൽ, അതനുസരിച്ച് അമൽ ചെയ്താൽ, അത് വെറുതെ പടമായിട്ടല്ല, അല്ലെങ്കിൽ ഷോ ആയിട്ടല്ല, പേരിന് വേണ്ടി മാത്രമല്ല, പത്രാസിന് വേണ്ടി മാത്രമല്ല, ആത്മാർത്ഥമായ നിലയിൽ ആരിൽ നിന്നും ഒന്നും ആഗ്രഹിക്കാതെ ആത്മാർത്ഥമായ നിലയിൽ അള്ളാഹുവിൻ്റെ കലാമ് പഠിക്കുകയും അതനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നമുക്ക് ഇങ്ങനത്തെ ഇസ്സത്ത് തരും. സഹാബാക്കളെ കുറിച്ചൊന്നും പറഞ്ഞില്ലേ? മുഹമ്മദുർ റസൂലുള്ളാഹ്, കേട്ടോളൂ നിങ്ങൾ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിർത്തി അവിടെയല്ലേ? മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങൾക്കറിയുമോ, ഒരു റസൂൽ ഉണ്ടായിരുന്നു, അള്ളാഹുവിന്റെ റസൂൽ. വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ. ആ തങ്ങളോടൊപ്പം ഒരു പറ്റം സഹാബാക്കൾ ഉണ്ടായിരുന്നു, ആ സഹാബാക്കൾ എന്ന് പറഞ്ഞാൽ പണ്ട് വലിയ കുടിയന്മാരും മുടിയന്മാരും വൃത്തികെട്ടവരും മോശക്കാരും എഴുതാൻ അറിയാത്തവരായിരുന്നു. അബൂബക്കർ സിദ്ദീഖിന്റെയും ഉമർ ഇബ്നുൽ ഖത്താബിന്റെയും ഒക്കെ ജീവിതം പരിശോധിച്ചാൽ അവരെ കുറിച്ചിട്ടൊക്കെ ഉമ്മികൾ എന്നാണ് പറയുക, എഴുതാൻ അറിയാത്തവർ, വായിക്കാൻ അറിയാത്തവർ. പക്ഷേ എഴുതാനും വായിക്കാനും ഒന്നും അറിയാത്ത ആ സഹാബത്തിന്റെ സംഘം അള്ളാഹുൽ വിശ്വസിച്ചു, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ചേർന്നു.
അള്ളാഹു അതിനുശേഷം പറഞ്ഞതുപോലെ റുക്കഅൻ സുജ്ജദൻ, രാത്രിയും പകലും നിസ്കരിച്ചു. നമ്മൾ ഈ ചെയ്ത കർമ്മങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ അവര് ഏതെങ്കിലും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പോയി പുതിയ ബിരുദം എടുത്തിട്ട് തിരിച്ച് മക്കത്തേക്ക് വന്നിട്ട് പുതിയ പദം അലങ്കരിച്ചതൊന്നും ആയിരുന്നില്ല. ഏതെങ്കിലും യൂണിവേഴ്സിറ്റി പോയിട്ട് ബിരുദാനന്തര പൊളിറ്റിക്കൽ സയൻസിൽ പുതിയ ബിരുദാനന്തര ബിരുദം എടുത്തിട്ട് ഉമർ ആ രാജ്യത്തിന്റെ ഭരണാധികാരിയായി വന്നതൊന്നുമല്ല. അവർ ഈ പറഞ്ഞതൊക്കെ ചെയ്തുള്ളൂ. ഞാനും നിങ്ങളും നിസ്കരിച്ചതുപോലെ നിസ്കരിച്ചു, ഞാനും നിങ്ങളും പഠിച്ചതുപോലെ പഠിച്ചു, ഖുർആൻ പഠിച്ചു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ അനുസരിച്ച് അമൽ ചെയ്തു. അവസാനം അവർ വലിയ വിജയികളായി. റളിയല്ലാഹു അൻഹും വറദു അൻഹായി. റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു, അള്ളാഹുവിനെ കൊണ്ട് അവരും തൃപ്തിപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമുക്കും ഈ മാർഗ്ഗേ ഉള്ളൂ. നമുക്ക് അത്ഭുതമായി തോന്നണമെന്നില്ല, അവിശ്വസനീയമായി തോന്നണമെന്നില്ല. നമ്മൾ പരിശുദ്ധ ഖുർആൻ പഠിക്കണം, മനസ്സിലാക്കണം, അമൽ ചെയ്യണം, ജീവിതത്തിൽ പകർത്തണം. ഈ പരിശുദ്ധ മാസത്തിൽ നമുക്ക് ആ രംഗത്ത് വന്നുപോയ അബദ്ധങ്ങളെ കുറിച്ച് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് തരുമാറാകട്ടെ. നമ്മളെ അള്ളാഹു സ്വീകരിച്ചാൽ, കബൂലാക്കിയാൽ, പിന്നെ ഭൂമിയിൽ നമുക്ക് വേറെ ഒന്നും വിഷമം ഉണ്ടാവില്ല, ഒരു പ്രയാസം ഉണ്ടാവില്ല. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സൻ. ഞാൻ പറഞ്ഞില്ലേ, സൂറത്ത് അഹ്ഖാഫിലൊക്കെ അള്ളാഹു പറഞ്ഞത് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇന്ന് ഓതിയ ആയത്തുകൾ ഓരോന്നും അങ്ങനെ അർത്ഥം വെക്കണമെന്ന് മനസ്സിൽ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് ഇപ്പൊ കുറച്ച് സംസാരിച്ചു പോയത്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു, റബ്ബുനല്ലാഹ് എന്ന് പറയുകയും ആ മാർഗത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്താൽ പിന്നെ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, പിന്നെ നമുക്ക് വെപ്രാളവും ബേജാറും പ്രയാസവും ഒന്നും ഉണ്ടാവൂല. സമാധാനത്തോടെ ജീവിക്കാം. ബാക്കി ആളുകൾ സമാധാനത്തിന് വേണ്ടിയിട്ട് അങ്ങും ഇങ്ങൊക്കെ ഓടി നടന്ന് നെട്ടോട്ടം ഓടി കഷ്ടപ്പെട്ടിട്ട് എന്തെല്ലാം വാരി വലിച്ചു കൂട്ടിയിട്ടും അനുഭവിക്കാൻ കഴിയാത്ത ഒരു റാഹത്തും സമാധാനവും സന്തോഷവും ഒക്കെ നമുക്ക് അള്ളാഹു തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിങ്ങൾക്കും അത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ പരിശുദ്ധ മാസത്തിൽ പരമാവധി ഖുർആൻ പഠിക്കാൻ ശ്രമിക്കണം, മനസ്സിലാക്കാൻ ശ്രമിക്കണം, അമൽ ചെയ്യാൻ ശ്രമിക്കണം, നമ്മുടെ മക്കൾക്കത് പഠിപ്പിക്കാൻ ശ്രമിക്കണം, ഖുർആനുമായി നല്ല ബന്ധം ഉണ്ടാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തുകളെ കൂടുതലായി നമ്മൾ അറിയുകയും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിങ്ങൾക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി